നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മോനോടും നേരത്തെ അങ്ങ് വരാൻ പറയണേ. പറയാം. വന്നത് തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അവൻ വരികയില്ല, സഹകരിക്കുകയില്ല. അമ്മേ, അവന്റെ കാര്യം വിട്. വിക്രമിന്റെ അച്ഛന്റെ സ്ഥാനത്ത് ഞാൻ നിൽക്കുമ്പോ സ്വാഭാവികമായും എന്റെ മക്കള് വിക്രമിന്റെ സഹോദരങ്ങളാണല്ലോ. അതുകൊണ്ട് ഇവര് വരും. പോരെ? വലിയ സന്തോഷം. എന്നാ ഞങ്ങൾ ഇറങ്ങാണേ. അയ്യോ ചന്ദ്രികാമ്മേ, അതെന്തൊരു പോക്ക. ഊണ് കഴിക്കാൻ സമയായില്ലേ, കഴിച്ചിട്ട് പോകാം. അതിനൊക്കെ ഇനി സമയമുണ്ടല്ലോ. ഇനി ഒരിക്കൽ വന്ന് ഊണൊക്കെ കഴിച്ച് പതുക്കെ പോന്നുള്ളൂ. ഇപ്പൊ നല്ല തിരക്കുണ്ട്. കൊറേ സ്ഥലത്ത് കല്യാണം വിളിക്കാനുള്ളതാ. എടി, നീയും പോവാണോ? ആ, എന്റെ നാത്തൂന്റെ കല്യാണം ആവുമ്പോ ഞാനും തിരക്കിലാണല്ലോ. ഓ, മാത്രമല്ല ഓഫീസിലെ 2 മണിക്കൊരു മീറ്റിംഗ് ഉണ്ട്. ഞാനാ പ്രോജക്ട് പ്രസന്റ് ചെയ്യുന്നത്. അതിന്റെ പ്രിപ്പറേഷൻസ് ഒന്നും ആയിട്ടില്ല. കുറുപ്പച്ച, ഓ അളിയ, അമ്മേ, എടത്തി, മുത്തശ്ശി, ഞങ്ങൾ ഇറങ്ങുവാണേ. ശരി ശരി. സന്തോഷം. ശരി അമ്മ. ശരി. അച്ഛാ, പോയിട്ട് വരാം. ബൈ ബൈ. ഇവൻ തനി അച്ചിക്കോന്തൻ തന്നെ. എന്തായാലും എന്റെ അമ്മായിച്ചൻ കല്യാണത്തിന് വരാൻ സമ്മതിച്ചല്ലോ. വിക്രമിന്റെ അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് കല്യാണം നടത്താന്ന് സമ്മതിച്ചല്ലോ. അതാണ് വലിയ കാര്യം. എന്തായാലും അച്ഛന്റെ രാമേശ്വര യാത്ര ഫലം കണ്ടു എന്നർത്ഥം. അയ്യോ, ഓഫീസിൽ എംഡിയാ. എടുക്കെടുക്ക്. ഹലോ സർ. ആ, ഞാൻ ഓഫീസിലെത്താറായി. ഒരു 10 മിനിറ്റ്. അതെ, ഇപ്പൊ എത്തും. അമ്മേ, ഒന്ന് വേഗം വാ, അല്ലെങ്കിൽ പ്രശ്നമാവും. അയ്യോ, എന്റെ ബാഗ് ഞാൻ മേശപ്പുറത്ത് വെച്ച് മറന്നല്ലോ. അയ്യോ, എങ്കി വേഗം പോയി എടുത്തോണ്ട് വാ. ആ, അമ്മ പൊയ്ക്കോ. ഹരിതയ്ക്ക് ഓഫീസിൽ പോകാനുള്ളതല്ലേ. അതെ. ഞാൻ എന്റെ ബാഗ് എടുത്തിട്ട് ഓട്ടോയിൽ അങ്ങ് വന്നേക്കാം. തൊട്ട് താഴെ നിന്ന് ഓട്ടോ കിട്ടുമല്ലോ. അത് നല്ലത്. അല്ല, ഞങ്ങള് വെയിറ്റ് ചെയ്യാം. നിങ്ങൾ പൊയ്ക്കോ. കാത്തുനിന്ന് ഹരിതയുടെ സമയം കളയണ്ട. അതെ അതെ. എന്റെ കൂടെ ഓഫീസിൽ വർക്ക് ചെയ്തിരുന്ന ഗോപിയേട്ടനെ എനിക്കൊന്ന് കാണണം. അയ്യോ, ദേ പിന്നെയും വിളിക്കുന്നു. ഇങ്ങോട്ട് തന്നെ, ഞാൻ സംസാരിക്കാം. എന്നിട്ട് വേണം എന്റെ ജോലിയും കൂടെ പോവാൻ. ശരിയാണല്ലോ. മോളെ, നിങ്ങൾ പൊയ്ക്കോ, ഞാനൊരു ഓട്ടോ പിടിച്ച് വന്നോളാം. അമ്മ ചെല്ലാം. പെട്ടെന്ന് വാ മനോജ്, വാ വാ. ഈ ചന്ദ്രിക എന്ന് പറയുന്നവര് ദൂരെ എങ്ങാണ്ടൊരു നാട്ടില് പേര് കേട്ട ഒരു കുടുംബത്തിൽ പറഞ്ഞവരാ. കോടീശ്വരി. കാൽ കാശിന് പോക്കില്ലാതെ വായി നോക്കി തെണ്ടിത്തിരിഞ്ഞ് നടന്നവനാണ് അവരെ കെട്ടിയ മാധവൻ. അവൻ ചന്ദ്രികയെ വളച്ചെടുത്തതാണ്. നമ്മുടെ മകളെ ആ എരണം കെട്ട മനോജ് പ്രേമിച്ചിറക്കി കൊണ്ടുപോയതുപോലെ. അതെ. നിങ്ങൾ വെറുതെ കേട്ടുകേഴ്വിയും വെച്ചോണ്ട് ഓരോന്ന് തട്ടി മൂളിക്കാതെ. മാധവൻ അത്തരക്കാരനൊന്നും അല്ല. തികഞ്ഞ തറവാടി മാന്യനുവാ. ശരിയാ, തികഞ്ഞ തറവാടികൾ. എടി ഭാര്യ, മാധവന്റെ കുടുംബത്തിന്റെ ബാക്ക് സ്റ്റോറിയെ കുറിച്ച് ഒന്ന് ചിന്തിച്ചിട്ട് നീ താളം വിട്. അതെ, മാധവൻ മായാവിദ്യ പഠിച്ചവനാ. അങ്ങനെ ചന്ദ്രികയെ കൈക്കലാക്കി. എന്നിട്ട് അതേ മായാവിദ്യ മക്കളെയും പഠിപ്പിച്ചു. അങ്ങനെയാ വന്ദന കോടീശ്വരനായ രാജീവിനെയും പാട്ടിലാക്കിയത്. ആ രാജീവ് ഭാഗ്യം ചെയ്തവനായതുകൊണ്ട് അവൻ ചത്തുമലച്ചു. അതേ മായവിദ്യ കൊണ്ടല്ലേ അവിടുത്തെ തെണ്ടി മനോജ് നമ്മുടെ കുഞ്ഞിനെയും വലയിലാക്കിയത്. കണ്ണി കാണാൻ കൊള്ളാത്ത ചെറ്റകള്. അങ്ങനെ അച്ഛനും അമ്മയും കൂടി ഓരോ സംഗതികൾ അക്കമിട്ട് പറയുമ്പോ
അവര് ഒരു നിലവാരവും ഇല്ലാത്തവരാണെന്ന് എനിക്ക് തോന്നുന്നു. അതാണ് ശരി. കഴിഞ്ഞതെല്ലാം നമുക്ക് മറക്കാം. എന്തായാലും നമ്മുടെ മോള കുടുംബത്തിലെ മരുമകളായി പോയില്ലേ. അവൾ അവിടെ സന്തോഷത്തോടെയാ ജീവിക്കുന്നത്. ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ നമുക്ക് പരസ്പരം സഹകരിച്ച് ജീവിക്കാം. ദേ, വന്ദന. അല്ല, വന്ദനം മോള് ഇതുവരെ പോയില്ലായിരുന്നോ? വാ മോളെ. പോയാ ഇതൊക്കെ കേൾക്കാൻ പറ്റുമോ? എന്റെ അച്ഛനമ്മമാരെയും എന്നെയും എന്റെ സഹോദരങ്ങളെ പറ്റിയും കുറുപ്പ് സാർ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു. അത് പിന്നെ രാഷ്ട്രീയക്കാരന്റെ ദുഷിച്ച നാവ് അങ്ങ് ചലിച്ചു പോയതാണല്ലേ. എന്റെ അച്ഛന് പണമില്ല, ശരിയാണ്. പക്ഷേ നിങ്ങൾ പറയും പോലെ മായാവിദ്യയൊന്നും പഠിച്ചിട്ട് വന്നതല്ല. അന്തസ്സും മാപിജാത്തിയുള്ളവനാ. ഇന്നേ വരെ ആരുടെ മുന്നിലും കൈ നീട്ടിയിട്ടുമില്ല. സ്വന്തമായി അധ്വാനിച്ച് തന്നെയാ മക്കളായി ഞങ്ങളെ വളർത്തിയത്. അച്ഛന്റെ വിയർപ്പിന്റെ വില ഞങ്ങൾ മക്കൾക്ക് നന്നായിട്ട് അറിയാം. ഇത്രയും കാലം വഞ്ചനയും ചതിയും കാപട്യവും കൊണ്ട് ജനങ്ങളെ ദ്രോഹിച്ചതല്ലാതെ ഒരു നല്ല കാര്യമെങ്കിലും അവർക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടോ നിങ്ങള്? വന്ദനെ, നിർത്ത്. അച്ഛനെ അങ്ങനെ അങ്ങ് ഇൻസൾട്ട് ചെയ്യാതെ. ഈ മനുഷ്യൻ ആരാണെന്ന് ഓർത്ത് വേണം സംസാരിക്കാൻ. ചേച്ചി പറഞ്ഞത് ഞാൻ കേട്ടു. സാറ് പറഞ്ഞല്ലോ, ഞാൻ ഓഫീസിലെ MD കോടീശ്വരനായ രാജീവിനെ കറക്കി പാട്ടിലാക്കിയതാണെന്ന്. എന്നാലല്ല, അദ്ദേഹത്തിന്റെ ഭാര്യ മരിച്ച ശേഷം ഒരേ ഒരു കുഞ്ഞിനൊരു അമ്മ വേണമായിരുന്നു. ആ കുട്ടിക്ക് എന്നെ ജീവന. അതുകൊണ്ടാ അങ്ങനെ ഒരു പ്രപ്പോസലുമായിട്ട് ഞാൻ മുന്നോട്ട് പോയത്. സാറേ, എന്റെ അച്ഛനെ കുറിച്ച് പറയുമ്പോ സാർ ഒന്നറിയണം. വിയർപ്പിന്റെ വില എന്താണെന്നറിയാതെ AC മുറിയിലിരുന്ന് ആജ്ഞാപിക്കുകയും അതനുസരിക്കാൻ ഏറെ മൂളികളായ ചില ശിങ്കടികളെയും വെച്ച് നിങ്ങളെ ചവിട്ടി മെതിച്ചത് ഇവിടെയുള്ള പാവപ്പെട്ട ജനങ്ങളുടെ ജീവിതമാണ്. കഴിഞ്ഞില്ലേ സാറേ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.